ആ വിഷയത്തിൽ തെറ്റായ ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളും മുമ്പത്തേതുപോലെ തന്നെ ഇന്നും നമ്മുടെ നാടുകളിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളിലെല്ലാം പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ മുഖാമുഖം പരിപാടിയും എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇന്ന് മുഖ്യമായും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ കക്ഷികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തി ഇസ്ലാമിന്റെ മൂലശിലകളെ തകർക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വസ്തുത സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതും നമ്മുടെ ഈ പരിപാടികൾ കൊണ്ട് സാധ്യമാകുന്നു എന്നതാണ് അതിന്റെ ഏറെ വിജയകരമായ ഒരവസ്ഥ എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ വേഗം മുഖാമുഖത്തിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും അതിന്റെ മറുപടികൾ ഇവിടുന്ന് വളരെ നന്നായി ശ്രവിക്കാനും പഠിക്കാനുമുള്ള ആ വേദിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ അടിസ്ഥാനപരമായി പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആ ഒറ്റ വിഷയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ സമയത്ത് ഞാൻ പെടുത്തുകയാണ്. മുസ്ലിങ്ങളായ ആളുകൾ അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ഏകനായ അല്ലാഹു, ആരാധനക്ക് അർഹനായ അല്ലാഹു, അവൻ ഒരുവൻ മാത്രമാണ്. ആ ഇലാഹു ഒരുവൻ മാത്രമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവൻ മാത്രമാണ് ഇലാഹ്. ആരാധന അവകാശപ്പെടാൻ പറ്റിയ വേറെ ഒരാൾ ഇല്ല, ആരാധിക്കപ്പെടാൻ പറ്റിയ വേറെ ഒരാൾ ഇല്ല. അത് മുസ്ലിങ്ങളായ ആളുകൾ മുഴുവനും അംഗീകരിക്കുന്നു. സുന്നികളായ ആളുകൾ നമ്മൾ അത് ഉൾക്കൊള്ളുന്നു. ഈ വിഷയത്തിൽ ഈ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സുന്നികളായ എവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അതിൽ യാതൊരുവിധ അവ്യക്തതയും ഇല്ല. പക്ഷേ മുജാഹിദുകളായ ആളുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകൾ ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. സുന്നികളായ ആളുകൾ ഏകനായ അല്ലാഹു ഒരുവൻ ആരാധിക്കപ്പെടാൻ ഒരുവൻ മാത്രമാണ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളാണ് എന്ന വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നവരാണ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തനാശയക്കാരായ ആളുകൾ. പക്ഷേ ഇവിടെ കൂടിയ ഏതെങ്കിലും ഒരു സുന്നി, അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും, ഏതെങ്കിലും നാട്ടിലുള്ള ഒരു സുന്നി ഈ ആരോപണം അത് ശരിയാണ്, ഞങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുകയില്ല എന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉൾക്കൊള്ളുകയും അത് പ്രചരിപ്പിക്കുകയും അത് സമർപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകളാണ്. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് ഗുരുതരമായ ഈ ആരോപണം സമൂഹത്തിൽ ഉന്നയിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരെ സംബന്ധിച്ച് പറയാറുള്ളത്, പ്രചരിപ്പിക്കാറുള്ളത്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദ് പ്രചരിപ്പിക്കുന്ന ആളുകളാണ്, തൗഹീദിന്റെ പ്രതിരൂപങ്ങളാണ് എന്നുപോലും അവരെ സംബന്ധിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മെ സംബന്ധിച്ച് അവർ ഉന്നയിച്ച ആരോപണമായ നമ്മൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആരോപണം, അതിവിടെയും ചോദ്യകർത്താക്കളായ ആളുകൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ അവരെ സഹായത്തിന് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി നമുക്ക് വിശദമായി പറയാം. ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഈ ആരോപണം എന്തിനാണ് വ്യാപകമായി ഉന്നയിക്കുന്നതെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന
ശിർക്ക്പരമായ ആദർശങ്ങളെ മൂടിവെക്കുന്നതിനാണ് സുന്നികളുടെ പേരിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത്. സുന്നികളുടെ പേരിൽ അവർ ശിർക്ക് ആരോപിക്കുകയാണ്. എന്തിന്? അവരുടെ ശിർക്ക് മൂടിവെക്കാൻ. സത്യത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും പ്രവാചകൻ പഠിപ്പിച്ചതും നാളിതുവരെയായി മുസ്ലിം ലോകം അംഗീകരിച്ചതുമായ ഒരു വിശ്വാസത്തിലൂടെ ഈ സമൂഹത്തെ ചലിപ്പിക്കുന്നവരോ ആ വിശ്വാസം നിലനിർത്തുന്നവരോ അത് പ്രചരിപ്പിക്കുന്നവരോ അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ. മറിച്ച് അല്ലാഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ലാത്ത വികലമായ ഒരുപാട് വാദങ്ങൾ അവർ ഇന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മക്കയിലെ മുശ്രിക്കുകളും മുജാഹിദുകളും ഒരുപോലെയാണ്. മക്കയിലെ മുശ്രിക്കുകളും മുജാഹിദുകളും അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അപകടം പറ്റി എന്ന ആ പോയിന്റിൽ അവർ ഒരുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മക്കാ മുശ്രിക്കുകൾ അവർ അള്ളാഹുവൊക്കെ പറഞ്ഞവരാണ്. പക്ഷേ വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇതാണ് മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. ആ വലിയ അപകടമാണ് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലും ഇന്നുള്ളത്. അള്ളാഹുവിനെ ഗ്രഹിക്കേണ്ടത് പ്രകാരം, മനസ്സിലാക്കേണ്ടത് പ്രകാരം അവർ മനസ്സിലാക്കിയില്ല. ഞാനിത് പറയുമ്പോ സാധാരണക്കാരായ നമ്മുടെ സഹോദരന്മാരും മുജാഹിദുകൾ അവർ ഈ വിഷയങ്ങളൊന്നും കൂടുതൽ പഠിച്ചവരോ ചിന്തിച്ചവരോ അറിഞ്ഞവരോ അല്ല. അവർ രണ്ട് സീഡിയോ ഏതെങ്കിലും കേസറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സോ കിട്ടിയപ്പോ ഞങ്ങളിതാ ഇനി ആ ഭാഗത്തേക്ക് പോവുകയാണ് എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് പോയവരാണ്. അള്ളാഹു അവർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? മുജാഹിദുകളുടെ അള്ളാഹു നിരന്തരം മാറുകയാണ്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദുകളുടെ അള്ളാഹു. അതിന്റെ ഒരു ഉദാഹരണമാണ് മുമ്പ് കാലത്ത് മുജാഹിദുകളുടെ അള്ളാഹുവിന് വലത്തെ കൈയും ഇടത്തെ കൈയും ഉണ്ടായിരുന്നു. ഇപ്പം മുജാഹിദുകളുടെ അള്ളാഹുവിന് ഇടത്തെ കൈ ഇല്ല. ഇബ്നു അബ്ദുൽ വഹാബ് അയാൾ ചെയ്ത സേവനം, ഏറ്റവും വലിയ സേവനം അവർ പറയാറുള്ളത് കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥം രചിച്ചു എന്നാണ്. ആ കിതാബ് തൗഹീദിൽ അയാൾ പറയുന്നത് അള്ളാഹുവിന്റെ വലത്തെ കൈയും ഇടത്തെ കൈയും, വലത്തെ കൈയിൽ അള്ളാഹു ആകാശങ്ങൾ പിടിച്ചിരിക്കുകയാണ്, ഇടത്തെ കൈയിൽ ഭൂമിയുമാണ്. ആകാശങ്ങൾ ധാരാളം ഗോളങ്ങൾ ഉള്ളതുകൊണ്ട് വെയിറ്റ് കൂടും, അള്ള വലത്തെ കൈയിൽ പിടിച്ചതാണ്. ഭൂമി ഒരു ഗോളാണല്ലോ ഉള്ളൂ, അതുകൊണ്ട് അള്ളാഹു ഇടത്തെ കൈയിലും പിടിച്ചതാണ്. ഇങ്ങനെ വലത്തെ കൈയിലും ഇടത്തെ കൈയിലും അള്ളാഹു ഇരു ഗോളങ്ങൾ എന്തിയിരിക്കുന്നു എന്ന് അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും ഇപ്രകാരം കേരളത്തിലേക്ക് വഹാബി പ്രസ്ഥാനം കൊണ്ടുവന്ന വക്കം മൗലവിയും അത് പ്രചരിപ്പിച്ച KM മൗലവിയും അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ അംഗീകരിച്ചത് ആ വിശ്വാസമായിരുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹ്ക്ക് വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്. നിങ്ങളറിയോ, 2004 സെപ്റ്റംബർ മാസമായപ്പോൾ മുജാഹിദിന്റെ അള്ളാഹുവിന് വലിയ മാറ്റമാണ്. കൃത്യമായ ഡേറ്റ് ഞാൻ പറയുന്നത് കൃത്യമായി അവരങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ടാണ്. ഞാൻ ആ വിഷയം പറയാൻ കാരണം ഈ ഒരൊറ്റ കാര്യം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ യാതൊരുവിധ തൗഹീദുമില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ പോലും വലിയ പാകപ്പിഴവുകൾ പറ്റിയവരാണ് മുജാഹിദുകൾ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക. അതിനാണ് ഞാൻ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് കാണാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഗ്രന്ഥമാണ് അവരുടെ KK സക്കരിയ സലാഹി വിവർത്തനം ചെയ്ത അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ അതിന്റെ 25-ാമത്തെ പേജിൽ ഈ മൗലവി തന്നെ രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്താണ് അയാൾ പറയുന്നത്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടതു കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഇടത് കൈയില്ല. 2004 സെപ്റ്റംബറിലാണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. ഈ പുസ്തകം പുറത്തു വന്നത് മുതൽ മുജാഹിദുകൾ പറയുന്നത് അവർ പ്രചരിപ്പിക്കുന്ന അള്ളാഹു ഇടത്തെ കൈയില്ല, രണ്ട് കൈയും വലത്തെ കൈയാണ്. മുജാഹിദുകളിൽ ഇപ്പൊ ഭയങ്കര തർക്കമാണ്. അള്ളാഹുവിന്റെ മൂക്കിന്റെ 2 ദ്വാരങ്ങളിൽ രണ്ടും അത് വലതുഭാഗത്താണോ അല്ല ഒന്ന് ഇടതുഭാഗത്താണോ, ഭയങ്കര